ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റേസ് ഏക്കൻ. നിങ്ങളുടെ സ്വന്തം ഏക്കയാണ്. നോക്കൂ, നമ്മുടെ മെയിൻ എക്സാം വരാൻ പോവാണ് അല്ലേ? അതിന് മുന്നോടിയായിട്ട് നല്ല ഭംഗിയായിട്ട് പഠിക്കണ്ടേ? നിങ്ങൾ പഠിച്ചൊക്കെ തുടങ്ങിയോ? പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ടെൻഷൻ അടിക്കണ്ട. ഏകൻ ഫുൾ സിംഗിൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്ത എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. മൊത്തം ഒരു ഷെയർ ചെയ്ത് കൊടുത്തോ. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പഠിക്കാൻ പോകുന്നത് ടോപ്പിക് സൗണ്ടാണ്. സൗണ്ടിലെ അൾട്രാസോണിക് സൗണ്ട്. ഇത് എല്ലാ തവണയും മെയിൻ എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് അദ്ദേഹം എടുത്ത് വന്നിട്ടുള്ളത്. തുടങ്ങിയാലോ? നമുക്ക് എല്ലാവർക്കും അറിയാം, സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി ആണ്. ഇറ്റ്സ് മൂവ് ഇൻ ദ ഫോം ഓഫ് വേവ്സ്. തരംഗ രൂപത്തിലാണ് ശബ്ദം സഞ്ചരിക്കുക. അപ്പം നമ്മൾ പറയാറുണ്ട്, നമുക്ക് എല്ലാ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റൂല. എന്താ കേൾക്കാൻ പറ്റുക? ഓഡിബിൾ റേഞ്ച് ഉണ്ട് മനുഷ്യന്. എങ്ങനെയാണ്? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ മാത്രമേ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കേൾക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ബിലോ 20 ഹെഡ്സ് ആണ് എന്ത്? ഇൻഫ്രാസോണിക് ശബ്ദം. ഇൻഫ്രാസോണിക്. എബോ ആണെന്ത്? അൾട്രാസോണിക്. ഇവിടെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ദ സൗണ്ട് വേവ് ഹാവിങ് ഫ്രീക്വൻസി ബിലോ 20 ഹെഡ്സ് ആണ് അൾട്രാസോണിക് സൗണ്ട്. അതായത് 20 ഹെഡ്സിനേക്കാൾ കുറഞ്ഞ ആവൃത്തിയുള്ള ശബ്ദശകലങ്ങളാണ് എന്ത്? ഇൻഫ്രാസോണിക് ശബ്ദം. അതേപോലെ 20,000 ഹെഡ്സിനേക്കാൾ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദമാണ് എന്ത്? അൾട്രാസോണിക്. ദ സൗണ്ട് വേവ് ഹാവിങ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20,000 ഹെഡ്സ്. ഇത് രണ്ടും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇതിൽ തന്നെ നമുക്ക് കൂടുതലും പഠിക്കാൻ ആരെക്കുറിച്ചാണ്? അൾട്രാസോണിക്കിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ടോപ്പിക് എന്താണ്? അൾട്രാസോണിക് ശബ്ദം. അപ്പോൾ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ സൗണ്ട് വേവ് ഹാവിങ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20,000 ഹെഡ്സ്. ഈ 20,000 ഹെഡ്സിനെ മറ്റൊരു രീതിയിൽ വിളിക്കാറുണ്ട്. എന്താ അറിയാലോ? അത് എന്താ? അത് 20 കിലോ ഹെഡ്സ് എന്നും വിളിക്കും. ക്ലിയർ ആണല്ലോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാൾട്ടൺ വിസിലില്ലേ? ഗാൾട്ടൺ വിസിൽ നിങ്ങൾ എവിടെ ഇത് കേട്ടിട്ടുള്ള അറിയാവോ? ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞാൽ നായകളെ, ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ടൈപ്പ് വിസിലാണ്. അതുണ്ടാക്കുന്ന സൗണ്ട് ഏതാണ്? അൾട്രാസോണിക് സൗണ്ടാണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ബാറ്റ്സ് ഇല്ലേ? ബാറ്റ്സ് അവർ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാനും ഇര പിടിക്കാനും ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എക്കോ ലൊക്കേഷൻ. എക്കോ ലൊക്കേഷൻ. ഇതൊക്കെ എൻ്റെ സബ് ടോപ്പിക് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എക്കോ ലൊക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട് വേവ് ഏതാണ്? അൾട്രാസോണിക് ശബ്ദമാണ്, അല്ലെങ്കിൽ അൾട്രാസോണിക് വേവ്സ് ആണ്. ക്ലിയർ ആണല്ലോ? അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ നമ്മുടെ ടോപ്പിക് ഏതാണ്? നമ്മുടെ ടോപ്പിക് ഇതാണ്, അൾട്രാസോണിക് ശബ്ദത്തിൻ്റെ ഉപയോഗങ്ങൾ. നോക്കൂ, നമുക്ക് പ്രധാനമായിട്ടും മെഡിക്കൽ ഫീൽഡിൽ അത് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറില്ല, എന്നാലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് സോണാർ. രണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. മെഡിക്കൽ ഫീൽഡ് ഒന്നാമത്തെ ഭാഗമാണ് എക്കോ കാർഡിയോഗ്രാഫി. കാർഡിയോ എന്ന് പറഞ്ഞാൽ ആ ടൈം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഹൃദയത്തെ. സോ ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കാനും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് ഇല്ലേ, അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണെന്ത്? എക്കോ കാർഡിയോഗ്രാഫി. യൂസ് ചെയ്യുന്ന ഏതാണ്? അൾട്രാസോണിക് ശബ്ദങ്ങൾ. ഇനി ശ്രദ്ധിച്ചോ, അൾട്രാ സോണോഗ്രാഫി. ഇതും വളരെ സിമ്പിളാണ്. നമ്മുടെ ഇന്റേണൽ ഓർഗാൻസിൻ്റെ ചിത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെയാണ് എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകും. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കുന്നു. ഇന്റേണൽ ഓർഗാൻസിൻ്റെ പിക്ചർ എടുക്കാം. സംഭവം വളരെ സിമ്പിളാണ്. ഓക്കെ, ഏതൊക്കെയാണ് വരുന്നത്? കരള്, പിത്തസഞ്ചി, ഗർഭാശയം, വൃക്ക, കിഡ്നീസ്, ഇതിൻ്റെ ഒക്കെ എടുക്കും. എന്ത്? അതിൻ്റെ ഫിഗേഴ്സ്, ചിത്രങ്ങൾ എടുക്കുകയാണ് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണെന്ത്? വൃക്കയിലെ കല്ല് പൊടിക്കാൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വൃക്കയിൽ ഇതേപോലെ കല്ലുകൾ ഉണ്ടായിരിക്കും. കിഡ്നി സ്റ്റോൺസ് എന്നാ പറയുക. ഈ കിഡ്നി സ്റ്റോൺസ് നമുക്ക് പൊടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാസോണിക് ശബ്ദങ്ങളാണ്. ക്ലിയർ ആണല്ലോ? യെസ്. നമ്മുടെ അവസാനത്തത്, ഈ ടോപ്പിക്കിലെ അവസാനത്തെ ഭാഗമാണ് സോണാർ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? സോണാറാണ്. ഇനി ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. സൗണ്ട്, സൗണ്ട്, ഇത് രണ്ടും കൂടി വരും. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. കേട്ടോ? ഇതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിനാ ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടില്ലേ, ഞാൻ വെറുതെ എഴുതി സമയം കളഞ്ഞു. ഇതേപോലെ
കപ്പിളിലോ അല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെ ഇതേപോലെ സോണാർ ഘടിപ്പിക്കും. കടലിൻ്റെ ആഴം അളക്കാനും അതേപോലെ കടലിൻ്റെ അടിയിലുള്ള ചിത്രങ്ങൾ എടുക്കാനും വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഈ ഒരു അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. അതാണ് സോണാർ എന്ന് പറയുന്ന ഉപയോഗത്തിൻ്റെ പ്രത്യേകത. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. സോണാർ ഈസ് എ ഡിവൈസ് ദാറ്റ് യൂസസ് അൾട്രാസോണിക് വേവ്സ് ടു മെഷർ ദ ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് അണ്ടർ വാട്ടർ ഒബ്ജക്ട്സ് ടേക്ക് ദ പിക്ചേഴ്സ് ഓഫ് ദ സീ ബെഡ് ഓൾസോ. അതായത് ഈ ഒരു അൾട്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കടലിൻ്റെ അടിയിലുള്ള ചിത്രം എടുക്കാനും ആഴമളക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോണാറിനെ ഉപയോഗിക്കുന്നു. സോ ഇത്രയാണ് എന്ത് വരുന്നത്? അൾട്രാസോണിക് ശബ്ദത്തിൻ്റെ ഉപയോഗങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നാളെ കൃത്യം 7 മണിക്ക് ഫിസിക്സിൻ്റെ ലൈവുമായിട്ട് ഞാനും ശ്രീമത് സാർ നിങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരും വരണം ലൈവ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടോപ്പിക് ഇത് തന്നെയാണ്, സൗണ്ടാണ്. സൗണ്ടിൽ ഇത് മാത്രമല്ല പഠിക്കാനുള്ള, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും നാളെ കൃത്യം 7 മണിക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.